നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ചാണ്ടി ഉമ്മനെ ഇന്ന് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ചാണ്ടി ഉമ്മനെ ഒരാൾക്കും കാണാതിരിക്കാൻ കഴിയില്ല. മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുണ്ടായ ദുരന്തത്തിൽ അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മനാണ്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ വഴി വീടിൻ്റെ പണി പൂർത്തിയാക്കുന്നതിനെയാണ് ഈ സഹായം നൽകുന്നതെന്ന് അദ്ദേഹം അറിയിച്ചത്. എൻ്റെ പിതാവ് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്താണോ ചെയ്യാൻ ആഗ്രഹിച്ചത് എന്ന് അത് തന്നെയാണ് ഈ ധനസഹായത്തിലൂടെ ഞാൻ പ്രകടിപ്പിക്കുന്നത്. ബിന്ദുവിൻ്റെ ചിത കത്തിത്തീരുന്നതിന് മുമ്പ് സർക്കാർ കരുണ കാണിക്കണമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നു. സംഭവത്തിന് പിന്നാലെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും ജില്ലാ ചുമതലയുള്ള മന്ത്രിയുടെയും നിലപാട് വിമർശിച്ച് ചാണ്ടി ഉമ്മൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും മന്ത്രി VN വാസവന് ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അപകട സമയത്ത് മുഖ്യമന്ത്രി കോട്ടയത്തുണ്ടായിരുന്നിട്ടും ബിന്ദുവിൻ്റെ കുടുംബത്തെ സന്ദർശിച്ചില്ലെന്നും അദ്ദേഹമാണ് ചൂണ്ടിക്കാട്ടിയത്. മന്ത്രിക്കത് സംബന്ധിച്ച് വീഴ്ചയുണ്ടെന്ന് ഇനി ഒളിച്ചു വെക്കാനായില്ല. ഇത് വിദേശ രാജ്യത്തായിരുന്നു സംഭവിച്ചത് എങ്കിൽ കൃത്യമായ നിയമ നടപടികളാണ് സ്വീകരിക്കുന്നത്. ഇത് ഒഴിവാക്കാമായിരുന്നു അപകടമായിരുന്നു. എന്നാലും അപകടം സംഭവിച്ചു. പഴയ കെട്ടിടം നേരത്തെ പൊളിച്ച് മാറ്റിയിരുന്നെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കിയേനെ. പക്ഷേ അത് സംഭവിച്ചത് ഇങ്ങനെയായിരുന്നു. സർക്കാർ ഇതുവരെ വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹമാണ് ചൂണ്ടിക്കാട്ടിയത്. അപകടം നടന്ന ദിവസം കോട്ടയത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രി ബിന്ദുവിൻ്റെ വീട്ടിലെത്താനോ കുടുംബത്തെ നേരിൽ കാണാനോ തയ്യാറായില്ല എന്നതാണ് വാസ്തവം. ഒരു CPI നേതാവും പോലും സംഭവ സ്ഥലത്ത് പോയില്ല. കുടുംബത്തെ ഇങ്ങനെ ഉപേക്ഷിക്കാനാവില്ല, നീതി ഉറപ്പാക്കാവും വരെ പിന്തിരിക്കില്ല എന്നും അദ്ദേഹമാണ് പറഞ്ഞത്. ബിന്ദുവിൻ്റെ മൃതദേഹവുമായി പോയ ആംബുലൻസ് തടഞ്ഞ് പ്രകടനം നടത്തിയതിന് കേസെടുത്തതിലും MLA ശക്തമായാണ് പ്രതികരിച്ചത്. ബിന്ദുവിൻ്റെ ബന്ധുവിനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് വാഹനം വിടാൻ തയ്യാറായിരുന്നു. ബിന്ദുവിന് കുടുംബത്തിന് വേണ്ട സഹായം എത്തിക്കണം, കുടുംബത്തിന് വേണ്ട പാക്കേജ് കൊടുക്കണം, പാക്കേജ് നടപ്പിലാക്കണം. കുടുംബത്തിന് ജോലി, 25 ലക്ഷം രൂപ, കുഞ്ഞിനെ ദത്തെടുക്കുക, ചികിത്സാ ചെലവ് എഴുതിത്തള്ളണം എന്നടക്കം കുടുംബത്തോട് സർക്കാരിനോടും ആവശ്യപ്പെടണമെന്നും പറയാനായിരുന്നു ആംബുലൻസ് നിർത്താൻ ശ്രമിച്ചത്. പോലീസ് ഇതേ മനോഭാവം ഉച്ചയ്ക്ക് കാണിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയായിരുന്നു. പോലീസ് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. ഒരു പ്രത്യേക ഒരാളുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനത്തിൻ്റെ വണ്ടിയാണ്. ഇതുപോലത്തെ 1000 കേസിൽ പ്രതിയാകാൻ തയ്യാറാണ്. കള്ളക്കേസ് എടുത്തത് കൊണ്ട് തളരില്ല, നേരിട്ടോളമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു.